ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. രാജീവ് ഇപ്പോൾ ഗോകുലിനോട് വന്ന് സംസാരിക്കുന്നുണ്ട്. കേസിൻ്റെ കാര്യങ്ങളൊക്കെ എവിടെ വരെയായി? ആരായിരിക്കും ജയിക്കുന്നത്? അവന്തിക ജയിക്കുമോ അതോ സച്ചി തോൽക്കുമോ? അളിയൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാന വിധി വരുന്നത്. അളിയൻ എന്തെഴുതിയാലും വിധി അതനുസരിച്ചായിരിക്കും എന്ന് രാജീവ് ഇപ്പോൾ ഗോകുലിനോട് പറയുന്നു. ഇത് കേട്ട് ഗോകുൽ പറയുന്നുണ്ട്, കോടതി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാ? കമ്മീഷൻ റിപ്പോർട്ട് വിധിയെ സഹായിക്കാനുള്ള ഒരു ഘടകം മാത്രമാണ്. മറ്റു തെളിവുകൾ കൂടി പരിശോധന ശേഷം മാത്രമേ വിധി പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞ് ഗോകുൽ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയം അളിയാളി എന്ന് വിളിച്ച് വീണ്ടും രാജീവ് ഗോകുലിൻ്റെ പുറകെ ചെല്ലുകയാണ്. അളിയനെങ്ങനെ പറഞ്ഞൊഴിയേണ്ട, അളിയൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം എന്നിങ്ങനെ രാജീവ് പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, അങ്ങനെ പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. കോടതിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം എന്നിങ്ങനെ ഗൂഗിൾ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് രാജീവ് പറയുന്നുണ്ട്, ഇതൊരു ഡിപ്ലോമാറ്റിക് എസ്കേപ്പാണ്. സത്യത്തിൽ ന്യായവാദിയായ സച്ചിയുടെ ഭാഗത്തല്ലേ ന്യായവാദിയായ സച്ചിയുടെ ഭാഗത്തല്ലേ ന്യായം ജയിക്കേണ്ട അളിയാ? ഏത് കോടതിയും അങ്ങനെയല്ലേ പറയേണ്ടത്? നഷ്ടപ്പെട്ടത് അവന് മാത്രമല്ലേ? സമ്പത്ത് മാത്രമല്ലല്ലോ, പലതും. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അവൻ്റെ കുടുംബജീവിതം, അവൻ്റെ അച്ഛൻ്റെ മരണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നീതി നിഷേധിക്കപ്പെട്ടത് അവനല്ലേ? അപ്പോൾ അവനല്ലേ എല്ലാം തിരിച്ചു കിട്ടേണ്ടത്? അളിയ, സത്യത്തിന് മേൽ എത്ര പണം കൊണ്ട് മൂടി വെച്ചാലും സ്വർണ്ണ തളിക കൊണ്ട് അടച്ചു വെച്ചാലും ഒരിക്കലത് പുറത്ത് വരിക തന്നെ ചെയ്യും എന്ന് രാജീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ശിശിര അവിടേക്ക് വരുന്നു. രാജീവേട്ടൻ ഇവിടെ ഇരിക്കുകയാണോ? ഭക്ഷണമൊന്നും കഴിക്കണ്ടേ എന്ന് ശിശിര ചോദിക്കുമ്പോൾ, നീ പോയിക്കോളൂ, ഞാൻ വന്നേക്കാം എന്ന് രാജീവ് ശിശിരയോട് പറയുന്നു. അങ്ങനെ ശിശിര ഇപ്പോൾ അവിടെ നിന്നും പോവുകയാണ്. അളിയൻ കഴിച്ചോ എന്ന് ഗോകുലിനോട് ചോദിക്കുന്നുണ്ട് രാജീവ്. ഞാൻ കഴിച്ചു എന്ന് ഗോകുൽ പറയുന്നു. ഓക്കെ അളിയ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ രാജീവ് അവിടെ നിന്നും പോവുകയാണ്. രാജീവ് അല്പം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. രാജീവ് പോയതിനു ശേഷം ഗോകുൽ ഇപ്പോൾ രാജീവ് പറഞ്ഞതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജീവ് പറഞ്ഞതാണ് ശരി. സച്ചിയുടെ ജീവിതത്തിൽ സച്ചിയുടെ ഭാര്യ തന്നെയാണ് അർച്ചന. എൻ്റെ ജീവിതത്തിൽ ഒരു വിരുന്നുകാരി മാത്രമാണ്. എൻ്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ തിരിച്ചു പോകാൻ വേണ്ടി വന്ന വിരുന്നുകാരി മാത്രം. പക്ഷേ അവൾ തിരിച്ചു പോയാൽ എൻ്റെ ഗൗരിമോൾ ഇതെങ്ങനെ സഹിക്കും എന്നൊക്കെ സങ്കടത്തോടെ ഗോകുൽ ഓർക്കുന്നു. ശേഷം ഇപ്പോൾ സമയം രാവിലെ ആയിരിക്കുന്നു. സച്ചിയാണ് കാണിക്കുന്നത്. സച്ചി കണ്ണാടിയിൽ നോക്കി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുറകിൽ കിടക്കുന്ന കലണ്ടർ കണ്ണാടി വഴി കാണുന്നത്. അങ്ങനെ ഇപ്പോൾ അതിനടുത്തേക്ക് ചെന്ന് 15-ാം തീയതി ആ കലണ്ടറിൽ തൊട്ടിട്ട് എന്നിട്ട് വളരെയധികം വിഷമത്തോടെ ഇപ്പോൾ അർച്ചനയുടെ ഫോട്ടോയുടെ അരികിലേക്ക് പോയി നിൽക്കുന്നു. ആ ഫോട്ടോ കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് വളരെയധികം സ്നേഹത്തോടെയും സങ്കടത്തോടെയും ആ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫോട്ടോ വീണ്ടും അവിടെ തന്നെ വെക്കുകയാണ്. ഇതേ സമയം കമല ഇപ്പോൾ പുറത്തിരുന്ന് പത്രം വായിക്കുകയായിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ സച്ചി വന്നിരിക്കുന്നത്. മോൻ എവിടേക്കാണ് ഇത്ര രാവിലെ തന്നെ എന്ന് കമല ചോദിക്കുമ്പോൾ, ഇന്നത്തെ ദിവസം അമ്മ മറന്നുപോയോ? അമ്മ മറന്നല്ലേ, ഇന്ന് എൻ്റെയും അർച്ചനയുടെയും വിവാഹം നടന്ന ദിവസമാണ്, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അയ്യോ എന്നിങ്ങനെ പറയുന്നുണ്ട് കമല. അവൾ ഇന്ന് എൻ്റെ കൂടെ ഇല്ല. ഇനി തിരിച്ചു വരുമെന്ന് ഉറപ്പ് പറയാനും സാധിക്കില്ല. പക്ഷേ എനിക്കിപ്പോൾ നല്ല പ്രതീക്ഷയുണ്ട്. എന്തെങ്കിലും എൻ്റെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും. ആരൊക്കെ മറന്നാലും ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ സാധിക്കില്ലല്ലോ. പതിവ് പോലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം. എൻ്റെ അർച്ചന തിരിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ വഴിപാടുകൾ നടത്തണം എന്നൊക്കെ സച്ചി പറയുമ്പോൾ കമല പറയുന്നുണ്ട്, മോൻ അമ്മയോട് ക്ഷമിക്ക്, അമ്മ ഇന്നത്തെ ദിവസം മറന്നുപോയി എന്ന് പറയുമ്പോൾ ഈ സമയം അനഘയും സ്നേഹയും അവിടേക്ക് വരുന്നു. മോൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അമ്മയും കൂടെ വരില്ലായിരുന്നോ? ഇതിപ്പോൾ മോൻ അങ്ങ് ഇറങ്ങിയല്ലോ. മോൻ എന്തായാലും പോയിട്ട് വാ, ഞാൻ വൈകുന്നേരം പോയി പ്രാർത്ഥിച്ചോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് കമല. ഇത് കേട്ട് സച്ചി പറയുന്നു, മരിച്ചു പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇനി ചെയ്യരുത്. കാരണം എൻ്റെ അർച്ചന മരിച്ചിട്ടില്ല, എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ അവിടെ നിന്നും ഇറങ്ങി കാറെടുക്കാൻ തുടങ്ങുമ്പോൾ, ഏട്ടാ ഒരു മിനിറ്റ് നിൽക്കണേ, ഞാനും കൂടി വരുന്നു എന്ന് ആതിരി ഇപ്പോൾ സച്ചിയോട് വന്ന് പറയും. അങ്ങനെ ഇപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ധൃതിയിൽ ആതിരി ഇപ്പോൾ അവിടെ നിന്നും ഇറങ്ങുന്നു. എന്നിട്ട് സച്ചിയോട് പറയുന്നു, എന്നെ ആൾത്തറ കവലി ഇറക്കിയാൽ മതി, അവിടെ നിന്നും ഞാൻ ബസ്സിൽ പോയിക്കോളാം, എനിക്ക് ഓഫീസിൽ ചെല്ലാൻ ലേറ്റ് ആകും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ അവരവിടെ നിന്നും പോവുകയാണ്. വളരെയധികം ഒരു സംശയത്തോടെയും ആലോചനയിലുമൊക്കെ ആയിട്ട് കമല അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്തുപറ്റി അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ കമല പറഞ്ഞിട്ട്, അല്ലടി അവൻ്റെ സംസാരത്തിൽ എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. അർച്ചനയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അവന് കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതെന്താ അമ്മ ആൻറ്റി അങ്ങനെ പറയുന്നത് എന്ന് അനക്ക ചോദിക്കുന്നുണ്ട്. എല്ലാ വർഷവും അവൻ അമ്പലത്തിലേക്ക് പോകുമ്പോൾ എന്നെയും കൂട്ടിയിട്ടല്ലേ പോകാറ്. പക്ഷേ അന്നൊന്നുമില്ലാത്ത ഒരു സന്തോഷം ഞാൻ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ടു. ഇത് കേട്ട് സ്നേഹ പറയുന്നുണ്ട്, അത് അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാണ്. ഇത് കേട്ട് കമല വീണ്ടും പറയുന്നുണ്ട്, ഞാൻ വൈകിട്ട് അമ്പലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന വേണ്ട, ജീവനോടെ ഉണ്ട് എന്നല്ലേ അവൻ പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞതിൽ എന്തോ ഒരു വല്ലാത്ത ശക്തി
ഉണ്ടെന്നും കമല പറയുന്നു. അർച്ചനേട്ടത്തി മരിച്ചെന്ന് പറഞ്ഞ് ബലിയിടാൻ പോയത് ആൻറ്റിയല്ലേ? അപ്പോൾ അതുപോലെയുള്ള പ്രാർത്ഥനകളൊന്നും വേണ്ടെന്നായിരിക്കും സച്ചിയേട്ടൻ പറഞ്ഞത് എന്ന് അനഘ പറയുന്നുണ്ട്. ആ, അത് ശരിയാണ്. ഏട്ടത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോഴൊക്കെ അമ്മ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഏട്ടൻ അങ്ങനെ പറഞ്ഞത്. സച്ചിയേട്ടൻ്റെ മനസ്സിൽ അർച്ചനേട്ടത്തി ഒരിക്കലും മരിക്കില്ല, മരിച്ചിട്ടുമില്ല എന്നൊക്കെ സ്നേഹ ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും സച്ചിയേട്ടൻ ആ ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങിയത് കൊണ്ട് ആതിരയ്ക്കൊരു ലിഫ്റ്റ് കിട്ടി. എനിക്കും ഒരു ജോലി അവിടെ തന്നെ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആതിര എന്നൊക്കെ അനഘ പറയുന്നു. ഉടനെ സ്നേഹ പറയുന്നുണ്ട്, സന്ദീപേട്ടൻ്റെ സഹായമില്ലെങ്കിലും ആതിര പിടിച്ചു നിൽക്കും. ആ കാര്യത്തിൽ അർച്ചനേട്ടത്തിയുടെ അനിയത്തി തന്നെയാണ് ആതിര എന്നൊക്കെ സ്നേഹയും പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ കമല ഇവർ പറയുന്ന ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. കമലയുടെ മനസ്സിൽ മുഴുവനും സച്ചി പറഞ്ഞ ആ വാക്കുകളായിരുന്നു. അമ്മ ഞങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ എന്താ എന്നിങ്ങനെ കമലയും ചോദിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നു. അങ്ങനെ ഇപ്പോൾ അനക്കയും സ്നേഹയും കൂടി അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം വീണ്ടും കമല സച്ചി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ആലോചിച്ചിരിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചനയും ഇന്ന് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നുള്ള കാര്യം ഓർത്തെടുക്കുകയാണ്. അവരുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ ആലോചിച്ച് ഇങ്ങനെ കരയുന്നുണ്ട് അർച്ചന. ശേഷം സച്ചി അന്ന് സമ്മാനമായി കൊടുത്ത ആ ശിവയോഗി ആശ്രമത്തിൽ വെച്ച് പൂജയ്ക്ക് വേണ്ടി സമ്മാനമായി കൊടുത്ത ആ ഒരു പട്ടുസാരിയും എടുത്ത് വെച്ച് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് കരയുന്നുണ്ട് അർച്ചന. അങ്ങനെ ഇപ്പോൾ ആ പട്ടുസാരിയും എടുത്ത് അർച്ചന താഴേക്ക് ഇറങ്ങി വരുന്നു. ഗൂഗിളോട് ഇരിക്കുന്നുണ്ടായിരുന്നു. താൻ ഇവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഗൂഗിൾ. എനിക്ക് അമ്പലത്തിലൊന്ന് പോകണമെന്ന് അർച്ചന പറയുമ്പോൾ ആഹാ, താനാൾ കൊള്ളാമല്ലോ, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി വന്നേനല്ലോ എന്ന് ഗൂഗിൾ പറയുന്നു. അത് പിന്നെ ഗൂഗിളിൻ്റെ തിരക്ക് എനിക്കറിയില്ലേ, ഓഫീസിൽ പോകാനുള്ള ആളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടല്ലേ പറയാതിരുന്നത് എന്ന് അർച്ചന പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, ഇന്നെനിക്ക് ഓഫീസിൽ പോകേണ്ട, വേറെ 1-2 മീറ്റിംഗ് ഉണ്ട്, അവിടേക്ക് പോയാൽ മതി, താനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഞാൻ റെഡി ആയിട്ട് വരാം എന്ന് ഗൂഗിൾ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഗൂഗിൾ ഇനിയും ലേറ്റായാൽ രാവിലത്തെ പൂജ കഴിയും എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഗൂഗിളിനെ കൊണ്ടുപോകാതിരിക്കാനാണ് അർച്ചന നോക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അർച്ചന സമയം പോയി, നട അടയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിനെ ഒഴിവാക്കി പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. തൊട്ടുപുറകെ തന്നെ രാജീവ് ഇപ്പോൾ വരുന്നുണ്ടായിരുന്നു. ഗൂഗിളിനോട് ചോദിക്കുന്നുണ്ട്, സമൃദ്ധ അമ്പലത്തിലേക്ക് പോയതാണോ എന്ന്. അതെ എന്ന് ഗൂഗിൾ പറയുന്നു. രാജീവ് എന്താ ജോഗിങ്ങിന് ഇറങ്ങിയതാണോ എന്നും ചോദിക്കുന്നുണ്ട് ഗൂഗിൾ. കുറേ വെട്ടൊക്കെ കൊണ്ടതല്ലേ, ഈ ശരീരം ഒന്ന് പഴയതുപോലെ ആക്കണ്ടേ, അതിന് എക്സസൈസൊക്കെ തുടങ്ങണം, അളിയന് ഈയിടെയായിട്ട് കുറച്ച് തടി കൂടുന്നുണ്ട്, എൻ്റെ കൂടെ വരുന്നെങ്കിൽ വരാം എന്നൊക്കെ രാജീവ് ഗൂഗിളിനോട് പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്. ഇല്ല, രാജീവ് ചെല്ലെന്ന് പറയുമ്പോൾ ശിശിര അവിടേക്ക് വന്നിട്ട് പറഞ്ഞു, രാജീവേട്ടാ ചായ കുടിച്ചിട്ട് പോകാമെന്ന്. ഇത് കേട്ട് രാജീവ് പറയുന്നുണ്ട്, ഇല്ല പോയിട്ട് വന്നിട്ട് കുടിച്ചോളാം എന്ന് പറഞ്ഞ് രാജീവ് ഇപ്പോൾ അവിടെ നിന്ന് ധൃതി പിടിച്ച് പോവുകയാണ്. രാജീവിന് എന്തൊക്കെയോ സംശയങ്ങൾ അർച്ചനയിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അർച്ചനയുടെ പിന്നാലെ തന്നെ പോയിരിക്കുകയാണ് രാജീവ്. രാജീവ് പോയതിന് ശേഷം ശിശിര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സമൃദ്ധ അമ്പലത്തിൽ പോകുന്ന സമയത്ത് തന്നെയാണല്ലോ രാജീവേട്ടനും ഇറങ്ങിയത്, ഇനിയിപ്പം ഇവർ രണ്ടുപേരും ഒത്തുകൊണ്ട് പോകുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ശിശിര വിചാരിക്കുന്നു. അയാളുടെ ഒരു ജോഗിങ്ങും അവളുടെ ഒരു അമ്പലത്തിൽ പോക്കും ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് എന്നൊക്കെ ദേഷ്യത്തോടെ തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ് ശിശിര. ശേഷം കാണിക്കുന്നത് സച്ചിയെയും ആതിരയുമാണ്. അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, നീ ആകെ മാറിപ്പോയിരിക്കുന്നു എന്ന്. ഉടനെ ആതിര പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആരാണ് ഏട്ടാ മാറാതിരിക്കുന്നത്, ജീവൻ നിലനിന്നാലല്ലേ ജീവിതത്തോട് നമുക്ക് പോരാടാൻ സാധിക്കൂ എന്നൊക്കെ ആതിര പറയുമ്പോൾ, നീ ഇപ്പോൾ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് എന്ന് സച്ചി. ഈ ജോലി എനിക്ക് വലിയൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട് ആതിര. നീ ജോലിക്ക് പോകുന്ന കാര്യം ഏട്ടൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. ആദ്യം ഇത് കേട്ടപ്പോൾ ഞാൻ പരാജയപ്പെട്ടു പോകുവാണോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി നിൻ്റെ തീരുമാനം ശരിയാണെന്ന്. ഒരു കുടുംബമാകുമ്പോൾ അവരവരുടെ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സച്ചി. എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ സഹായിക്കാൻ കഴിഞ്ഞാൽ അതിലും വലിയ സന്തോഷം മറ്റൊന്നുമില്ല എന്ന് ആതിര പറയുമ്പോൾ, നീ പോകുന്ന കമ്പനി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സച്ചി. ഒരുപാട് ജോലിക്കാരുണ്ട്, തരക്കേടില്ലാത്ത ശമ്പളവും കിട്ടും, സന്ദീപിനുള്ള വാശിയാണ്. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, സന്ദീപിനുള്ള വാശിയാണ് ഇതിനെ നിന്നെ പ്രേരിപ്പിച്ചത് എന്നറിയാം എന്ന് സച്ചി പറയുമ്പോൾ, അവധിയുടെ കൂടെ ഒരു വാലാട്ടിപ്പട്ടിയെ പോലെ നടക്കുന്ന എൻ്റെ ഭർത്താവിനോടുള്ള ദേഷ്യം തന്നെയാണ് എന്നെ ഇതിന് പ്രേരിപ്പിച്ചത്. പക്ഷേ ഈ തീരുമാനം എന്നെ കൊണ്ടെടുപ്പിച്ചത് അത് മാത്രമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഏതൊരാൾക്കും സ്വയം തിരിച്ചറിയാൻ ഒരവസരം കൊടുക്കും ദൈവം. ഒരു സ്വപ്നം ഇല്ലാതിരുന്ന പെണ്ണാണ് ഞാൻ. പക്ഷേ ഇന്നത്തെ ഒരു പ്രതിസന്ധി സന്ദീപ് ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ ഇതൊക്കെ തിരിച്ചറിഞ്ഞത്. അതിന് സന്ദീപിനോട് എനിക്ക് നന്ദിയുണ്ട്. സന്ദീപ് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിലും ഞാൻ തോൽക്കില്ല. എൻ്റെ മോളെ പഠിപ്പിക്കാനും വളർത്താനും എനിക്ക് സാധിക്കും എന്നൊക്കെ ആതിര ഇപ്പോൾ സച്ചിയോട് പറയുകയാണ്. നന്നായി, അഭിമാനം പണയം വെച്ച് ആരുടെ മുന്നിലും വളഞ്ഞു നിൽക്കാനുള്ളവളല്ല പെണ്ണ് എന്നെൻ്റെ അനിയത്തി തിരിച്ചറിഞ്ഞല്ലോ.
സന്ദീപിനി അവൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. നീയും മോളും സന്തോഷമായിരുന്നാൽ മാത്രം മതി. ഈ ഏട്ടനും അമ്മയും എല്ലാവരും കൂടെ തന്നെയുണ്ട് എന്ന് സച്ചി പറയുന്നു. ഏട്ടാ, എന്നെ അവിടെ ഇറക്കിയാൽ മതി, ഞാൻ ബസ്സിൽ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് ആതിര. ഇപ്പോൾ വേണമെങ്കിൽ നിന്നെ ഞാൻ ഓഫീസിലേക്ക് ആക്കാം എന്ന് സച്ചി പറയുമ്പോൾ ആതിര പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഏട്ടന് പോകാൻ പറ്റില്ല, നട അടയ്ക്കും, ഞാൻ ബസ്സിൽ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ആതിര ഇപ്പോൾ കാറിൽ നിന്നും ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ സച്ചി ഇപ്പോൾ ക്ഷേത്രത്തിലേക്കും പോവുകയാണ്. ശേഷം കാണിക്കുന്നത് ഗൂഗിളിനെയാണ്. ഗൂഗിൾ ഇങ്ങനെ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശോഭന ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. മനുഷ്യർക്ക് ജീവിതം രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അത് നഷ്ടപ്പെടുത്താൻ സ്വയം തീരുമാനിച്ചാൽ ദൈവം തമ്പുരാന് പോലും പിന്നെ നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ശോഭന ദേഷ്യത്തോടെ പറയുമ്പോൾ ഗൂഗിൾ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഉടനെ ശോഭന പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ അമ്മയാണ്, നിൻ്റെ ജീവിതത്തെക്കാൾ വലുതായി എനിക്ക് മറ്റൊന്നുമില്ല, അതുകൊണ്ട് കൺമുന്നിൽ കാണുന്നത് ഞാൻ പറയും, നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഗൂഗിൾ ചോദിക്കുന്നുണ്ട്, അതിന് ഇത്രയും ദേഷ്യം വരാൻ മാത്രം എന്താ കാരണം എന്ന് ചോദിക്കുന്നു. നീ എന്തിനാ സമൃദ്ധി ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടുന്നത് എന്ന് ശോഭന ചോദിക്കുമ്പോൾ അതാണ് ഇത്രയും വലിയ കാര്യം എന്ന് ഗൂഗിൾ പറയുന്നു. ഉടനെ ശോഭന പറയുന്നുണ്ട്, ഒരു ഭ്രാന്തൻ അവളുടെ പിന്നാലെ നടക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും അവൻ വരാം, റോഡിൽ വെച്ചെങ്ങാനും അവർ തമ്മിൽ കണ്ട് അവൻ അവളെ കയറി പിടിക്കുകയോ മറ്റോ ചെയ്താലോ? ഇതെൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ അവൻ കൂകി വിളിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ശോഭന ചോദിക്കുമ്പോൾ അങ്ങനെ ഒരിക്കലും സച്ചി ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് ഗൂഗിൾ. ഇത് കേട്ട് ശോഭന നേരത്തെ അമ്പലത്തിൽ നടന്ന കാര്യങ്ങളും വീട്ടിൽ സച്ചി വന്ന് ബഹളമുണ്ടാക്കിയ കാര്യങ്ങളുമൊക്കെ ചോദിക്കുന്നു. ഉടനെ ഗൂഗിൾ പറയുന്നുണ്ട്, അതൊക്കെ നേരത്തെ ഉണ്ടായ സംഭവങ്ങളല്ലേ, ഇപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഗൂഗിൾ പറയുമ്പോൾ അത് നിനക്കെങ്ങനെ അറിയാം, നിനക്കതിന് ഇത്ര ഉറപ്പ് എന്നൊക്കെ ശോഭന ചോദിക്കുമ്പോൾ ഗൂഗിളും സച്ചിയും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഗൂഗിൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഞാൻ ചോദിച്ചതൊന്നും നീ കേട്ടില്ലേ, ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവൻ ശല്യപ്പെടുത്താൻ വരില്ലെന്ന് എന്താണ് ഉറപ്പ് എന്ന് ശോഭന ചോദിക്കുമ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇനി അയാൾ അങ്ങനെ ചെയ്യില്ല എന്ന് ഗൂഗിൾ പറയുന്നുണ്ട്. നീ അപ്പോൾ അവനെ പോയി കണ്ടല്ലേ, എന്താവശ്യത്തിന് എന്നൊക്കെ ശോഭന ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നു, ഞാൻ അവനെ പോയി കണ്ടതല്ല, അയാൾ എന്നെ ഓഫീസിൽ കാണാൻ വന്നിരുന്നു, സംഭവിച്ചതിന് അയാൾ എന്നോട് മാപ്പും പറഞ്ഞു, ഒരു കാരണവശാലും ഇനി അയാൾ എന്നെയോ സമൃദ്ധിയോ ശല്യപ്പെടുത്താനായി വരില്ല എന്നിപ്പോൾ ഗൂഗിൾ പറയുമ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് ഇത് കേട്ട് പറയുന്നുണ്ട് ശോഭന. അത്രയും പറഞ്ഞ് ശോഭന ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. ആ സമയം ഗൗരി ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. അച്ഛാ, ഞാൻ മുടി കെട്ടിയിട്ട് ശരിയാവുന്നില്ല, അമ്മയാണെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല, ശിശിരാൻ്റി ആണെങ്കിൽ അടുക്കളയിലും, എനിക്ക് പിന്നെ മുടി ആര് കെട്ടിത്തരും എന്നൊക്കെ ഇങ്ങനെ ഗൗരിമോൾ ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, അതിനെന്താ അച്ഛൻ കെട്ടിത്തരാലോ എന്ന് ഗൂഗിൾ പറയുമ്പോൾ അച്ഛനെ പിന്നിക്കെട്ടാൻ അറിയാമോ എന്ന് ഗൗരി ചോദിക്കുന്നുണ്ട്. ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗൂഗിൾ ഇപ്പോൾ ഗൗരിമോളുടെ മുടി കെട്ടാനായി ശ്രമിക്കുന്നു. അങ്ങനെ മുടി കെട്ടിക്കൊടുക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട്, അച്ഛൻ എങ്ങനെ അറിയാം ഇതൊക്കെ എന്ന് ഗൗരി ചോദിക്കുമ്പോൾ എല്ലാം അറിഞ്ഞല്ലല്ലോ ചെയ്യുന്നത്, നമ്മളിതൊക്കെ പഠിക്കണ്ടേ, നാളെ നമ്മൾ തനിച്ചായാലും ഇതൊക്കെ ചെയ്യണ്ടേ എന്നിങ്ങനെ ഗൂഗിൾ പറയുമ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട്, നമ്മളെങ്ങനെയാണ് തനിച്ചാവുന്നത്, അച്ഛനും അമ്മയും ശിശിരാൻ്റിയും അച്ഛമ്മയും എല്ലാവരും ഉണ്ടല്ലോ എന്ന് ഗൗരിമോൾ പറയുന്നു. ഈ കഥയുടെ അവസാനം വരെ ഇനി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ ഉണ്ടായിരിക്കണമെന്നില്ല, ചിലർ പാതി വഴിയിൽ ഇറങ്ങിപ്പോയെന്ന് വരാം, പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായാലും നമ്മൾ ജീവിച്ചല്ലേ പറ്റൂ, അവസാനം നമ്മൾ മാത്രമേ കാണൂ എന്നും ഇങ്ങനെ ഗൂഗിൾ പറയുമ്പോൾ അതിന് അച്ഛനെന്തിനാ ഇമോഷണൽ ആകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഗൗരി. ഇത് കേട്ട് ഗൂഗിൾ പറഞ്ഞു, അച്ഛൻ ഇമോഷണൽ ആയിരുന്നു, അതൊക്കെ വെറുതെ അല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഗൂഗിൾ. ശേഷം ഇപ്പോൾ അർച്ചനയാണ് കാണിക്കുന്നത്. അർച്ചന ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ ക്ഷേത്രത്തിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഞാൻ പെട്ടെന്ന് പോയി തൊഴുതിട്ട് വരാം, ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിപ്പോൾ അകത്തേക്ക് നടക്കുകയാണ് അർച്ചന. തൊട്ട് പിന്നാലെ തന്നെ രാജീവും ഉണ്ടായിരുന്നു. രാജീവ് ഇപ്പോൾ അർച്ചന എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്തോ എന്ന് വിളി കേട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് അർച്ചന. രാജീവാണെന്ന് കണ്ടതോടെ ഞെട്ടി നിൽക്കുന്നുണ്ട് അർച്ചന. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.